മിച്ചസ് ഫ്ലോയിലേക്ക് സ്വാഗതം. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു 2-3 വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് തൈകളുടെ 2 പ്രാവശ്യമായിട്ട് പിന്നെ പിന്നെ അത് കായുണ്ടായി നിൽക്കുന്നതൊക്കെ എടുത്തായിരുന്നു. അപ്പം ഇത് കുറേ 3-4 ദിവസമായിട്ട് കുറച്ച് കായ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൊണ്ട് എൻ്റെ പറഞ്ഞാൽ ചില കിച്ചൺ ടിപ്സാണ് എൻ്റെ മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് അറിയുക, ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള എൻ്റെ സബ്ജക്റ്റ്. അപ്പോഴേ നമ്മൾ ഈ കായ എടുത്തിട്ട് ഇത്രയും തോടങ്ങ് കളയും. ഈ തോട് മുഴുവൻ വേസ്റ്റല്ലേ, നമുക്ക് ഭൂമിക്ക് വളമാകും, അത് വേറൊരു കാര്യം. പക്ഷേ ഇത് എന്തിനെങ്കിലും ഉപയോഗിക്കാമെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തി തമാശയായിട്ട് ചോദിച്ചു, ഇതും കൊണ്ട് വല്ലതും ഉണ്ടാക്കാമോ? തമാശയായിട്ടാണ് കാര്യം. ഇത് നല്ല സോഫ്റ്റാണല്ലോ, വല്ലതും ചെയ്യാൻ പറ്റും. ശരിയല്ലേ? നിങ്ങളൊന്ന് നോക്കി, എത്ര സോഫ്റ്റാണെന്ന് നോക്കിയത്. നല്ല സോഫ്റ്റാണ് കണ്ടോ, നല്ല നമുക്കിങ്ങനെ. പിന്നെ ഞാൻ അതിൻ്റെ ഈ പുറത്തെ കുറച്ചങ്ങ് മുറിച്ച് കളഞ്ഞു കേട്ടോ. ആ പുറത്ത് ഇതായിട്ട് നിൽക്കുന്നതെല്ലാം മുറിച്ച് കളഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 2 എണ്ണത്തിൻ്റെ തൊലിയെടുത്ത് അത് ഞാനൊന്ന് മുറിച്ച് കാണിക്കുക. കണ്ടോ എന്ത് കളറാണ്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഇങ്ങനെ ഒരു കളർ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഇത്രയും നല്ല കളറ് ദൈവം അനുഗ്രഹിച്ച് തന്നതല്ലേ. പിന്നെ ഇത്ര നല്ല കളറാന്ന് നോക്കി. അത് മുറിച്ചും വയ്ക്കാതെ തോട് കറയാതെ ഞാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തിന്നേച്ച് നമ്മളിത് ഈ തോട്, നല്ല മനോഹരമായ തോട്, ഇത്രയും മനോഹരമായ ഫ്രൂട്ട് ഉണ്ടോ എന്ന് ഞാനങ്ങ് സംശയിക്കുക. അതെങ്ങനെ നമുക്ക് കളയുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത്രയും വേസ്റ്റാണ്. ഇതുകൊണ്ട് ഞാൻ നാളെ ഒരു പരിപാടി ചിലപ്പോൾ ചെയ്യും കേട്ടോ. പിന്നെ ഏതായാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് നോക്കുക. ഇത് തമിഴ്നാട്ടിൽ തക്കാളി തൊക്കെന്നും പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കും. അത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കത് ഇഷ്ടമാണ് ഒരു വിധം. അപ്പം ഞാൻ ഓർത്ത് ഒരു തൊക്കങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് തൊക്ക് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ഏതായാലും ഇതിന് വിഷമൊന്നുമില്ല. ഞങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ചതാണ് കേട്ടോ. ഒരെണ്ണത്തിൻ്റെ മാത്രം എടുത്ത് ഞാനൊന്ന് പരീക്ഷിച്ചു. കുഴപ്പമില്ല. അതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഇതെല്ലാം കളഞ്ഞെടുത്തത് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഇതുകൂടെ അങ്ങ് അരച്ച് ചേർക്കാം കേട്ടോ. അതുകൂടെ അരച്ച് ചേർത്തിട്ട് ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റത്തില്ലല്ലോ, മുഴുവനുള്ള ഒരെണ്ണമാണിത് കേട്ടോ. നോക്കിക്കേ, ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു 100-300 ഗ്രാമിൽ കുറയില്ല കേട്ടോ. ഒരു ഊഹം, എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ കാര്യം വേയിങ് മെഷീൻ ഉണ്ട്, ഞാൻ തൂക്കി നോക്കിയില്ല. പിന്നെ അപ്പോഴേ എണ്ണ അങ്ങ് ഒഴിച്ചിട്ട്, നല്ലെണ്ണയായിരിക്കും നല്ലത്. ഇവിടെ നല്ലെണ്ണ നിലവിലില്ല. അതുകൊണ്ട് പിന്നെ ഇതിനായിട്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയല്ല, ഞാൻ പുതിയത് വാങ്ങി ഉണ്ടാക്കിയല്ല. അപ്പം എണ്ണയിലോട്ട് ഈ കടുക് ഉലുവ അങ്ങിടും. കാരണം ഈ ഉലുവ ഇടയ്ക്കൊന്ന് കടിക്കുന്ന ഒരു സുഖമാണ്, ഒരു രസമാണ്. അപ്പോൾ അതിട്ടിട്ട് അതിനകത്തോട്ട് ഈ കരിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. അതൊന്ന് ഇച്ചിരി ചൂടായി വരുമ്പോഴേ അതിനകത്തോട്ട് തീ കുറച്ചിട്ട് പിന്നെ ഈ മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ കൂടെ ചേർത്തിട്ട് അതിനകത്തോട്ട് തന്നെ ഇച്ചിരി എണ്ണ കൂടുതൽ വേണം കേട്ടോ. ഇതിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി ഇതിൻ്റെ എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴേ ഒരു സ്പൂൺ അതിൻ്റെ ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക. ഇച്ചിരി പഞ്ചസാര ഇവിടെ എടുത്തിട്ട് അതുകൂടെ ചേർക്കുക. വേറെ ഒന്നും ഞാൻ ചേർത്തില്ല, പിന്നെ ഞാൻ ചെയ്ത അങ്ങനെ. ഇനി തമിഴ്നാട്ടിലെ തൊക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനതൊന്നും നോക്കിയിട്ടില്ല യൂട്യൂബിൽ. ഞാനിത് എൻ്റെ ഊഹത്തന്നെയാണ്. എനിക്ക് എന്തോ ഒരു കളറാണെന്ന് പറയാം. ഇത്രയും കളറിൽ വല്ല ഫ്രൂട്ട്സും നിങ്ങൾ വല്ലവരും കണ്ടിട്ടുണ്ടോ? എനിക്ക് അതിൻ്റെ കളർ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇത് മുറിച്ച് വെച്ചതിന് എത്ര നന്നായി നല്ലതാണെന്ന് നോക്കി. അതിനകത്ത് ആ കറുത്ത ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ അത്ഭുത പ്രവൃത്തികളല്ലേ ഇത്. ദൈവത്തെ നമ്മൾ എങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ മഹത്വപ്പെടുത്താതിരിക്കും. പിന്നെ നിരീശ്വരവാദികളോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ.
ഏതായാലും ദൈവമഹത്വം കണ്ടൊരു മകളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് ദൈവത്തിൻ്റെ നാമം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിനാണ് സർവ്വ മഹത്വവും. അപ്പം ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിയായെങ്കിൽ വീണ്ടും ഉണ്ടാക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ. എന്തായാലും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഉണ്ടാക്കുന്ന കാണിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടാൽ നിങ്ങളെല്ലാം ഒന്നും ഉണ്ടാക്കും. ഇത് കാണുന്നവർ ഇങ്ങനെ നമ്മളിപ്പോൾ 1 കിലോ ഫ്രൂട്ട് വാങ്ങിയാലും അതിൻ്റെ തൊലി അങ്ങ് കളയുകയല്ലേ ചെയ്യുന്നത്. ഞാൻ 2 എണ്ണത്തിൻ്റെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതലൊന്നും എടുത്തില്ല. 2 എണ്ണം കൂടെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കാണിക്കാം. ഞങ്ങൾ ഇന്നലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നല്ലതായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ദൈവം ഞാൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുറന്തോട് കൊണ്ട് ഒരു ത്വക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അത് ഉണ്ടാക്കുന്ന വിവരമൊക്കെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ജനിച്ചിട്ടിലിട്ട് കഴിഞ്ഞത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ അടിക്ക് പറ്റുമായിരുന്നു. ഇതങ്ങോട്ട് അടിച്ചെടുത്തപ്പോഴേ ഈ വെണ്ടയ്ക്കയൊക്കെ അടിച്ചെടുത്താൽ എങ്ങനെയാണ് അതുപോലെ എടുത്ത് എന്നലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് ശരിയായി കേട്ടോ. ഇത് കുറേ നേരം നമ്മൾ ഒന്ന് ഇളക്കേണ്ടി വന്നു. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ്. കാരണം ഇത്രയും സാധനത്തിൻ്റെ വെള്ളമെല്ലാം വറ്റി അതെല്ലാം നല്ല ശരിക്കാകണമെങ്കിൽ ഇത്രയും സമയം വേണമായിരുന്നു കേട്ടോ. അത് ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയാം കേട്ടോ. എണ്ണയ്ക്കകത്ത് കടുക് ഉലുവയും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പം ഉടനെ തന്നെ തക്കാളി കരിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിലേക്ക് അത് ഒരുവിധം ഒന്നും ബ്രൗൺ ആയപ്പം അതിനകത്തേക്ക് അരച്ചത് ചേർത്തു. കൈയെടുക്കാതെ ഇളക്കി. എണ്ണ ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ. ഇത് എണ്ണ തെളിയുന്നത് വരെ ഇളക്കണം. പിന്നെ ഞാൻ അല്പം പഞ്ചസാര ഇട്ടു ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതിയായിരുന്നു. നാരങ്ങ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ എളുപ്പത്തിനൊരു വിനാഗിരി ഇച്ചിരി ഒഴിച്ചു. പിന്നെ രണ്ടും കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി പഞ്ചസാര ടേസ്റ്റിനിട്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ല. ഉപ്പ് ആവശ്യത്തിനിട്ടു, മുളക് പൊടി ഇട്ടു. ആ എടുത്ത് വെച്ചതൊക്കെ മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തു. ഇപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഒരിഷ്ടം തോന്നുന്നില്ലേ? പിന്നെ തമിഴ്നാട്ടുകാരുടെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 എണ്ണത്തിൻ്റെ തോട. പിന്നെ മറ്റുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കുറേ വേസ്റ്റ് തോടുണ്ട്. ആ തോടൊക്കെ ഞാൻ നാളെ ഇതുകൊണ്ട് വേറൊരു പരിപാടി ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒന്നുകൂടെ ഇത് കാണിച്ചേക്കാം. ഇതിൻ്റെ ഈ തോട് കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല. കണ്ടിട്ട് നല്ല കൂട്ടാൻ തോന്നുന്നില്ല. നല്ല രസമാണ് കേട്ടോ. രസമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. ഞാൻ ഒരെണ്ണത്തിൻ്റെ കൊണ്ടൊന്ന് പരീക്ഷിച്ചായിരുന്നു, അത് നല്ലതായിരുന്നു. അപ്പോൾ ഇത് നല്ലതാണെന്ന് വിശ്വസിക്കാം. പിന്നെ ഏതായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളാരെങ്കിലുമൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ പോലെ കൃഷി ചെയ്യാൻ കഴിയുന്നവരൊക്കെ കൃഷി ചെയ്യുക. ഒരെണ്ണം സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരെണ്ണം സെറ്റ് ചെയ്താൽ നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് നമുക്ക് അത്യാവശ്യം ഒരാഗ്രഹം തോന്നുമ്പോൾ നമ്മുടെ വീട്ടിലൊന്നുണ്ടായി എനിക്കൊന്ന് കാണാൻ നമുക്ക് നല്ല സന്തോഷമല്ലേ. ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാനും അതൊക്കെ വായിച്ചിട്ടുണ്ട്, നിങ്ങളും വായിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇത് നല്ല ഗുണമുള്ളതാണെന്ന് പറയുന്നു. പിന്നെ രാവിലെ ഞാൻ ഇന്നത്തെ ഭക്ഷണം കാണിച്ചായിരുന്നില്ല. ഞാൻ എന്തുവായിരുന്നു ഞാൻ സത്യത്തിൽ ഓർക്കുന്നില്ല കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഓർക്കത്തില്ല. അതായത് ഇട്ടിട്ട് ഇത് ഇടുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് മതി. വട്ടയപ്പമായിരുന്നു. 2 ചെറിയ പീസ് അത് കഴിച്ചു. ഇത് ഒരെണ്ണം കഴിച്ചപ്പോൾ ആവശ്യത്തിനുള്ള അന്ന് ഉച്ച വരെയുള്ള എനർജിക്കുള്ളതായി. അപ്പോൾ ധാരാളം മതി കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാത്തരം ഫ്രൂട്ട്സും നമുക്ക് നല്ലതാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഏത് ഫ്രൂട്ട്സും കഴിക്കുക. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പപ്പായ ഏറ്റവും നല്ല ഗുണമുള്ള, പേരയ്ക്ക എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. 10 സെൻറ്റുകാരന് പോലും എന്തെങ്കിലും ഓരോന്നോ ഫ്രൂട്ട്സൊക്കെ എവിടെയെങ്കിലും ടെറസിലോ ഒക്കെ ആയിട്ടൊക്കെ നടാം കേട്ടോ. നമ്മൾ അതിനു വേണ്ടി ഒരു ഇൻട്രസ്റ്റ് എടുക്കണം.
നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. ഇതിപ്പം ഞാൻ തന്നെ എനിക്ക് ഇച്ചിരി ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു താല്പര്യം. എല്ലാവരും കളയുന്നതും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അതാണ് എൻ്റെ കേട്ടോ. നാളെ ഇതെല്ലാം കൊണ്ട് ഞാൻ നാളെ ചിലപ്പോൾ ഒരു പരിപാടി ചെയ്യും കേട്ടോ. പിന്നെ അതെന്താ ഞാനതിൽ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഇത് കഴിഞ്ഞുള്ളത് കാണുക. അപ്പോൾ അത് വരും കേട്ടോ. നിങ്ങളൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കുക. നമ്മൾ ചിലവില്ലാതെ വലിച്ചെറിയുന്ന വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ് ചിലതെല്ലാം ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. ഇന്നാണെങ്കിലും താള് ഇതൊക്കെ ആരായിട്ട് എടുക്കുമോ? ഓരോ വീട്ടിൽ പിന്നെ താളൊക്കെ നിന്നിങ്ങനെ മൂത്ത് കിഴങ്ങിന് വേണ്ടി മാത്രം നടുന്നവരുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒത്തിരി പിന്നെ കാട്ടുചേമ്പിൻ്റെ, അതായത് വെളിഞ്ചേമ്പിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലാം എല്ലാവരും ഒന്ന് അവനവനെ കഴിയുന്നത് പോലെ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഇതെല്ലാം നല്ലതാണ് കേട്ടോ. ഡോക്ടർക്കധികം മരുന്നിനധികം പൈസ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ എല്ലാം ഒരുവിധം നോർമലാണ്. എനിക്ക് 40 വയസ്സിലെ പല അസുഖങ്ങളും ഉണ്ടായിരുന്നതാണ്. പിന്നെ BP ഉണ്ടായിരുന്നു, പിന്നെ കണ്ണിന് ഇപ്പോഴും തൊട്ട് ഒരു കണ്ണടച്ചുകൊണ്ട്, എന്തായാലും അത് അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ വർഷങ്ങളായിട്ട്. പിന്നെ ഇനി ഒന്നുകൂടെ ഒരു നല്ല ഡോക്ടറെ കണ്ട് കണ്ണടി ഒന്ന് മാറ്റി നോക്കണം. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും പിന്നെ ഞാൻ ഇലക്കറി മസ്റ്റായിട്ടും കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തരം ഒരുവിധ ഇലകളെല്ലാം വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ഒറ്റയൊക്കെ അതിൽ അധികം ഇല്ലെങ്കിലും കുറേ തരം ഇലകൾ ഞാൻ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കറി അത്യാവശ്യം എനിക്ക് വേണ്ട പയറ്, വഴുതന, പച്ചമുളക്, കാന്താരി, ഇഞ്ചി ഇങ്ങനെയുള്ള എല്ലാം അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അത്യാവശ്യം മുരിങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇലക്കറി എല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ കൊണ്ട് പിന്നെ ഒരു വീട്ടിലെ ആൾ കൂടുതലുള്ളവർക്ക് അതനുസരിച്ചുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഇലക്കറികൾ ആ പറമ്പിൽ, അതെല്ലാം കൂടി ഇവിടെ വെക്കാനും തിന്നാനും ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ വലുതും കാണിച്ചല്ലോ. ഇതെല്ലാം നമ്മുടെ പറമ്പുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാം. പറമ്പില്ലാത്തവർക്കും അത്യാവശ്യമൊക്കെ അവരൊന്ന് ഉത്സാഹിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ വേസ്റ്റ് മാത്രം മതി. നമ്മൾ വലിയ പുറത്തുനിന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിലും കുറച്ച് ഒക്കെ കൃഷി ചെയ്യാൻ അതൊക്കെ മതി കേട്ടോ. അപ്പോൾ എല്ലാം പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. പിന്നെ കമൻ്റ് ഇടുക കേട്ടോ. ഇതാരെങ്കിലും ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇടണേ. കാരണം ഇത് വല്ലവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ ഐഡിയയിൽ വെച്ച് ഞാൻ ചെയ്യുന്നതാണ്. നാളെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ തോട് കൊണ്ട് തന്നെ അടുത്തൊരു പരിപാടിയുണ്ട്. അതെന്താണെന്നൊന്ന് നോക്കാം. ഓക്കേ.